സ്വാമി എല്ലാം അറിഞ്ഞു. ശിവപ്രതിഷ്ഠ അത് കുറിക്കൊണ്ടു. ചാതുർവർണ്ണത്തിന്റെ വീർത്ത ഒരു ബലൂൺ അങ്ങനെ പൊട്ടി. അത്രയും നന്നായി. അതൊരു കൊടുങ്കാറ്റ്. അത് നിലയ്ക്കരുത്, കെട്ടഴിച്ചു വിടണം. പൽപ്പ് വെറും തീപ്പൊരിയല്ല, തീപ്പന്തം തന്നെ. അരുവിപ്പുറത്തെ അഗ്നി കെടുത്തരുത്, അത് ആളി കത്തണം. ആ ജ്വാല അങ്ങനെ കെടില്ല ഡോക്ടറെ. അതിന് ഇന്ധനം ഇട്ട് കൊടുക്കണ്ടേ? എങ്കിലല്ലേ ആളി കത്തൂ. സമയമാണ് ഏറ്റവും നല്ല ഇന്ധനം. സമയത്തെ കാത്തിരുന്ന് സമയം പാഴാക്കണോ സ്വാമി? എന്ന് നാം പറഞ്ഞില്ല. എനിക്ക് ക്ഷമയൽപ്പം കുറവാണ് സ്വാമി. അതിന് കാരണം എന്റെ അനുഭവങ്ങളാണ്. സ്വാമിക്ക് അറിയാമല്ലോ, ഹൃദയത്തിൽ ഇനി പൊള്ളാൻ ഇടവില്ല. അത്രയ്ക്ക് സഹിച്ചു. ഉള്ളിലാകെ പാടുകളാണ്. പൊള്ളലേറ്റതിന്റെ പുറത്ത് കുത്തിനോവിച്ച പാടുകൾ. നാം അത് കാണുന്നുണ്ട് പൽപ്പു. LMS പരീക്ഷ ജയിച്ച് മദ്രാസിന്ന് വന്ന സമയം ജോലിക്ക് അപേക്ഷിച്ചപ്പോ സർക്കാർ കളിയാക്കി. പ്രമാണിമാർ നിന്ദിച്ചു. തെങ്ങിനെ ചികിത്സിക്കട്ടെ എന്ന്, 10 തെങ്ങ് കൂടുതൽ ചെത്തട്ടെ എന്ന്. അത് കേട്ട ശേഷം ഉറക്കം വന്നില്ല. ശരശയ്യയിലായിരുന്നു കിടപ്പ്. മൈസൂർ സർക്കാർ കനിഞ്ഞതുകൊണ്ട് ഒരു ജോലിയായി. ഇപ്പോഴും ഉറക്കം വരുന്നില്ല. അവശരുടെയും അശരണരുടെയും അവസ്ഥ കണ്ട്, ഇരുകാലി മൃഗങ്ങളുടെ ദുരവസ്ഥ ഓർക്കുമ്പോൾ. ഡോക്ടർ പൽപ്പുവിന്റെ വാക്കുകൾ പ്രകാശമുണ്ട്, ചൂടുമുണ്ട്, കണ്ണുകളിൽ നിറയെ പ്രതീക്ഷകളും. ഇവയെല്ലാം ചേർന്നാൽ പ്രകാശം വരും, മനുഷ്യനെ മൂടി ഇരുട്ടുമാറ്റാൻ. സകല ഇരുട്ടും മാറ്റാൻ സ്വാമി സൂര്യനാകണം. രഥം വലിക്കുന്ന കുതിരകളാകാൻ ഞങ്ങൾ എല്ലാവരുമുണ്ട്. കേശവൻ ശാസ്ത്രികൾക്ക് എന്തോ സംശയമുണ്ടല്ലോ മനസ്സിൽ. മടിക്കണ്ട, ചോദിച്ചോളൂ. ചെറിയൊരു സംശയമാണ്. ഒരു സംശയത്തെയും മനസ്സിൽ നിർത്തരുത്. ക്രിസ്തു സ്നേഹത്തിനും നബി സാഹോദര്യത്തിനും ബുദ്ധൻ ജീവകാരുണ്യത്തിനുമാണല്ലോ പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ ലളിതമാണ്. ക്രിസ്തുവിന്റെ കാലത്ത് സ്നേഹം ആവശ്യമായിരുന്നു. നബിയുടെ കാലത്ത് സാഹോദര്യമാണ് വേണ്ടിയിരുന്നത്. ബുദ്ധന്റെ കാലത്ത് ജന്തുഹിംസയുടെ കൊള്ളയായിരുന്നു. അതിനാൽ ബുദ്ധൻ അഹിംസാധർമ്മത്തിന് പ്രാധാന്യം നൽകി. അയ്യോ സ്വാമി, അയ്യോ സ്വാമി. സ്വാമി, ഇദ്ദേഹത്തിന്റെ പിശുക്ക് വളരെ പ്രസിദ്ധമാണ്. എന്താ കാര്യം? രാവിലെ ഇറങ്ങിയതാ, മഴയായിപ്പോയി, അതാ വൈകിയത്. നമ്മെ എപ്പോഴും കാണാമല്ലോ. ജീവിക്കാൻ വലിയ കഷ്ടമാ, പണത്തിനും വലിയ ഞെരുക്കുവാ. സ്വാമി ഒരു പോംവഴി പറഞ്ഞു തരണം. എങ്ങോട്ട് നോക്കിയാലും വഴികളല്ലേ. ചിന്തിച്ച പോംവഴികളും ഉണ്ടാവും. കുടുംബം എങ്ങനെ? ഭാര്യയും 4 മക്കളും. മക്കള് പഠിക്കുന്നുണ്ടോ? ഇല്ല സ്വാമി. അതെന്താ? പഠിപ്പിക്കാൻ പണമില്ല. അതിനായി പ്രത്യേകം പണം വേണം. അതിനൊക്കെ വലിയ കാശ് വേണം സ്വാമി. പഠിത്തം പോട്ടെ, ഇപ്പൊ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒരു കാശ് പോലും ഇല്ല സ്വാമി. അത് കളവാണല്ലോ. അയ്യോ സ്വാമി, സത്യമാണ് പറഞ്ഞത്. ശിവലിംഗദാസന് പറയാമോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര പണമുണ്ടെന്ന്? കഴിയില്ല സ്വാമി. നാം സൂക്ഷ്മം പറയാം. ഈ മാന്യൻ വീട്ടിൽ നിന്ന് 7 രൂപ കൊണ്ടുവന്നു. വഴിക്ക് 2 രൂപ ചെലവാക്കി. ഇനി മടിശീലയിൽ 5 രൂപയുണ്ട്. അയ്യോ സ്വാമി, അത് ശരിയാണ് സ്വാമി. ഉള്ളതും ഇല്ലെന്ന് പറഞ്ഞ ഉള്ളത് കൂടി പോവില്ലേ? സ്വാമി 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 എന്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ പഠിപ്പിക്കും എന്റെ മക്കളെ. വിദ്യയാണ് പണത്തെക്കാൾ വിലപ്പെട്ടത്. അതാണ് കാണപ്പെട്ട ദൈവം. മനസ്സിൽ അറിവിന്റെ പെട്ടിയുണ്ടെങ്കിൽ പിന്നെ പണപ്പെട്ടി എന്തിനാ? ആ, ഇനി ഇവിടെ എന്താണ് കാര്യം? ഒരു ചാത്തന്റെ ഉപദ്രവം, ഒരു സ്വസ്ഥതയില്ല. സ്വാമി ഒരു നിവൃത്തി ഉണ്ടാക്കണം. എങ്ങനെയാണ് ചാത്തന്റെ ഉപദ്രവം? കല്ലേറാണ് സ്വാമി. 2-3 കല്ലുകൾ വന്ന് വീഴും.
ചാത്ത് എറിയുന്നതാണത്. കൊള്ളാലോ ചാത്തൻ. എറിയുന്ന കല്ലുകള് വലിയ ഊക്കോട് കൂടിയൊന്നും വന്ന് തട്ടുകയില്ല. ചില കല്ലുകള് ശരീരത്ത് മുട്ടിയെന്ന് തോന്നത്തക്ക വണ്ണം അടുത്ത് വീഴും. ഇനി എറിയട്ടെ, അപ്പൊ നമുക്ക് നിവൃത്തി ഉണ്ടാക്കാം. അയ്യോ, സ്വാമി. ഇത് ചാത്തൻ തന്നെയാ. സ്വാമി രക്ഷിക്കണം. അല്പം ചുണ്ണാമ്പ് തരൂ. കൊടുക്ക്. ആറ്റിനക്കരെയുള്ള കാട്ടിൽ വീഴത്തക്ക വണ്ണം ആർക്കെങ്കിലും എറിയാവോ? ശക്തിയുള്ള ആരെങ്കിലും എറിയട്ടെ. ഇങ്ങോട്ട് താ, ഞാൻ അറിയാം. അല്ല എന്നെ ചാത്തനാണ് എറിയുന്നതെങ്കിൽ ചുണ്ണാമ്പ് പുരട്ടിയ ഈ കല്ല് തിരിച്ചെറിയട്ടെ. ഉം. ചാത്തൻ വീണ്ടും വന്നു. അയ്യോ, സ്വാമി. രക്ഷിക്കണം. സ്വാമി. നല്ല അനുസരണയുള്ള ചാത്തൻ. പറഞ്ഞ പോലെ ഈ കല്ല് തന്നെ തിരിച്ചെറിഞ്ഞല്ലോ. ഇനി മേലാൽ എറിയരുത്. പറയുന്നത് നാമ നാരായണൻ. മനസ്സിലായല്ലോ? ഇനി ചാത്തനെ പേടിക്കണ്ട. ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. അക്കാര്യം ചാത്തൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഉം. ഇനി ധൈര്യമായി പോവാം. ചാത്തന്റെ കാര്യം നാം ഏറ്റു. മനസ്സ് വല്ലാത്തൊരു സംഗതിയാണ്. മിഥ്യയെ സത്യമെന്ന് കരുതും, സത്യത്തെ മിഥ്യയെന്ന് കാണും. മനുഷ്യൻ സത്യത്തെ ദർശിക്കണമെങ്കിൽ എന്തെല്ലാം പെടാപ്പാട് പെടണം. മഹാഗുരു 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 മനസ്സിൽ എന്നും അത്ഭുതമാണ് മഹാഗുരുവിൻ്റെ സാന്നിധ്യം. കായിക്കരയിൽ ആദ്യമായി ആ യോഗിയെ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ പിടഞ്ഞു. പക്ഷേ ജീവിതം മാറി മറിയുന്ന ദർശനമായി അത് മാറുമെന്ന് ഒരിക്കലും കരുതിയില്ല. ശൃംഗാര പദ്യങ്ങൾ എഴുതരുത്. കവിത തെന്നിപ്പോകുന്ന പായല അത്. കുമാരന് മനസ്സിലായി എന്ന് കരുതുന്നു. കുമാരൻ കവിതയുടെ രാജാവാകും. ഭാവനയുടെയും ചിന്തയുടെയും സാമ്രാജ്യം വിശാലമാക്കണം. മഹാകവി എന്ന വിളിപ്പേര് മാത്രമേ ഈ ഉള്ളവനുള്ളൂ. മഹാകവി മഹാഗുരു തന്നെയാണ്. ഏറെ സങ്കോചത്തോടെയാണ് അടിയന്റെ കുറിപ്പുകൾ ആ മഹാത്മാവിനെ കേൾപ്പിക്കുന്നത്. മേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഇത് ലോകം പ്രാർത്ഥിക്കും, കാലം ഓർമ്മിക്കും.
കുമാരുവിന് കുറെ നിയോഗങ്ങളുണ്ട്. കവിതയിൽ മാത്രമല്ല, തിന്മകൾക്കെതിരെ. നയിക്കാൻ സാമ്യമുള്ളപ്പോ പിന്നാലെ ഗമിക്കാൻ സന്തോഷമേ ഉള്ളൂ. അതൊരു ഭാഗ്യം. കുമാരു കുറെ നാട് കാണണം, ഭാഷകൾ അറിയണം, കരുത്തനാകണം. ഈ സാമീപ്യവും അന്തരീക്ഷവുമാണ് എനിക്കേറെ ഇഷ്ടം. ലോകത്തിന്റെ ഇഷ്ടത്തിനും അഭീഷ്ടത്തിനുമായി കാലം കുമാരുവിനെ വിളിക്കുന്നു. മനസ്സുകൊണ്ട് ഒരുങ്ങിക്കോളൂ. ആദികവിയുടെ മനോഹര സൃഷ്ടി സീത. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത സീത. അശോകവനത്തിലെ സീതയുടെ ചിന്തകൾ പുതിയൊരു കാവ്യമാകട്ടെ. കുമാരുവിന്റെ പേരിനൊപ്പം ലോകം വാഴ്ത്തട്ടെ ചിന്താവിഷ്ടയായ സീതയുടെ നാമവും. സ്വാമി, എങ്ങനെയുണ്ട് കന്നഡ നാട്ടിലെ കാറ്റും പ്രകൃതിയും? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് കന്നഡ നാടും തമിഴ്നാടും ഒക്കെ കണ്ടു. എല്ലാ നാടും ഒരുപോലെ തന്നെ. ഭാഷയ്ക്കല്ലേ ഉള്ളൂ ഭേദം. തമിഴ് മലയാളവും വലിയ ചേർച്ചക്കാരാ. കന്നഡ അല്പം വേറിട്ടും. ജാതിഭേദ ചിന്തകളിലും പിന്നില്. അക്കാര്യത്തിൽ മലയാളത്തോളം വരില്ല കന്നഡ നാടും തമിഴ്നാടും. കന്നഡക്കാർ ആരോടും എളുപ്പം ഇണങ്ങും, തലക്കനവും കുറവാ. ഡോക്ടറുടെ കർമ്മമണ്ഡലമല്ലേ, ജന്മനാട് പോലെ ഇണങ്ങിക്കാണും. ഭൂപ്രകൃതി ഏകദേശം മലയാളം പോലെ തന്നെ. പരിഹാസം അവിടെ നിന്നായിരുന്നു കൂടുതൽ. സ്ഥാനത്തും അസ്ഥാനത്തും പരിഹസിക്കാൻ മലയാളികൾക്ക് പ്രത്യേകം എടുക്കുക. കുഞ്ചൻ തമ്പേരുടെ ഫലിതത്തിൽ പരവിമർശനവും സ്വയവിമർശനവും ഉണ്ട്. ചില മലയാളം വാഗ്മികൾ ക്രൂരഫലിതപ്രിയരുമാ. ജന്മനാട് നിരസിച്ചെങ്കിലും മദുരാശിയിൽ ജോലി കിട്ടി. പിന്നീട് മൈസൂർ മെഡിക്കൽ സർവീസിലായി. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൂപ്രണ്ടും. പൽപ്പു ഇടയ്ക്കിടെ ക്ഷണിക്കുമായിരുന്നു ബാംഗ്ലൂരിലേക്ക്. പ്ലേഗ് ബാധിതരെ ഡോക്ടറായി കൂട്ടത്തോടെ രക്ഷിച്ച നഗരമല്ലേ ഇപ്പോഴാ യാത്ര തരപ്പെട്ടത്. അത് നന്നായി. ചിന്നസ്വാമിയും കൂട്ടിയാണല്ലോ വരവ്. ശരിക്കും ഈ യാത്ര കുമാരുവിന് വേണ്ടിയുള്ളതാ. യാത്രയുടെ രസച്ചരട് ഇപ്പോഴും സ്വാമിയുടെ പക്കൽ തന്നെ. നാട്ടിലെ സന്ദർശന വേളകളിൽ പൽപ്പു എപ്പോഴും ചോദിക്കുമല്ലോ എന്ത് സഹായം വേണമെന്ന്. സ്വാമി ഒന്നും ആവശ്യപ്പെട്ടിട്ടേ ഇല്ലല്ലോ. വരം ചോദിക്കാനും സമയമുണ്ടല്ലോ. സ്വാമിയോടല്ലേ വരം ചോദിക്കേണ്ടത്, വെറും മനുഷ്യന് തപോബലി ഇല്ലല്ലോ. പൽപ്പുവിനെ എല്ലാരും രക്ഷകനായി കാണുന്നു. നാം കാണുന്നതും അങ്ങനെ തന്നെ. കുറെ പേർ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടു, അതല്ലാതെ എന്ത് രക്ഷകൻ? കുമാരു, സ്വാമി, കുമാരുവിനൊരു രക്ഷകൻ വേണം. ചിന്നസ്വാമിക്ക് കഴിയുന്ന എന്ത് സഹായവും ചെയ്യാം. പെരിയ സ്വാമി അരുളിയാൽ മതി. കവിയാണ്, അന്തർമുഖനുമാണ്. ലോക കവിതയുടെ ചക്രവാളങ്ങൾ കുമാരു കാണട്ടെ. ഉയർന്ന പഠിപ്പും ചിന്തയും ഉണ്ടാവട്ടെ. അതിനെല്ലാം പറ്റിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ചിന്നസ്വാമിക്ക് ഇഷ്ടം പോലെ പഠിക്കാം, വായിക്കാം. ആംഗലേയത്തിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ട്. ഷെല്ലി, കീറ്റ്സ് എന്നീ കവികളെ ഇഷ്ടമാണ്. ലോകം കാണുമ്പോൾ, കൂടുതൽ അറിയുമ്പോൾ മനസ്സിന്റെ വ്യാസം കൂടും. പ്രകൃതി നമ്മെ ഏൽപ്പിച്ച പൊന്ന് നാം ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. തിരുവാഭരണമായി തിരിച്ചു തരണം. കുമാരുവിനെ കാത്ത് നിരവധി നിയോഗങ്ങളുണ്ട്. ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. ഇനിയും ദൗത്യങ്ങൾ അരുളണം. കുമാരു,
കുമാരു പാവ. നാം ആ മനസ്സ് കണ്ടിരിക്കുന്നു. പോറ്റമ്മയെ പോലെ അല്ല, പെറ്റമ്മയെ പോലെ കുമാരുവിനെ പോറ്റണം. സ്വാമി, അക്കാര്യത്തിൽ സംശയം വേണ്ട. എന്നെക്കാൾ ഞാൻ ചിന്നസ്വാമിയെ സ്നേഹിച്ചോളാം. അതുപോലെ അത് നമുക്കറിയാം. എങ്കിലും കുമാരു നമ്മോടൊപ്പം കൂടിയിട്ട് 4 വർഷം കഴിയുന്നു. ഈ വിരഹം താങ്ങാനാവുന്നില്ല സ്വാമി. വേരോടെ ഹൃദയം പറിച്ചെടുക്കും പോലെ. മകളെ പിരിയുമ്പോ കണ്വ മഹർഷി അനുഭവിച്ച ശോകം നാം അറിയുന്നു കുമാര. ക്ഷണിക വിരഹങ്ങൾ വിലപ്പെട്ട പാഠങ്ങളാണ്. ഉയരത്തിലേക്ക് കയറുമ്പോൾ താഴ്വരയെ പിരിയേണ്ടി വരും. പൽപ്പു പറഞ്ഞത് നേര. പർവ്വതാരോഹകന് ആദ്യ ആശംസ താഴ്വരയുടേതായിരിക്കും. സ്വാമി, എന്റെ സർവസ്വവും സ്വാമിയാണ്. ഈ വേദന താങ്ങാൻ സ്വാമി അനുഗ്രഹിക്കണം. അനുഗ്രഹവും തുണയും എപ്പോഴും ഉണ്ട്. നാം സദാ കൂടെയുണ്ടെന്ന് കരുതിയാൽ മതി. ഇനി കുറച്ചുനാൾ പൽപ്പുവിനെ നാമായി കാണണം. ഞങ്ങളും വരുന്നുണ്ട് തീവണ്ടി ആപ്പീസ് വരെ. ഏയ് വേണ്ട. ബാംഗ്ലൂരിൽ ഡോക്ടറോടൊപ്പം അയച്ച നാളുകൾ, ഗുരുവിൻ്റെ മടക്കയാത്ര, മനസ്സിൽ വേർപാടിൻ്റെ നൊമ്പരത്തിൻ്റെ ഓർമ്മകളാണ് നൽകിയത്. നിശ്ചിന്തനായി ഒരു പിതാവിൻ്റെ നിശ്ചയദാർഢ്യത്തോടെ അവിടുന്ന് അന്ന് നടന്നു നീങ്ങി. ഞാനൊരു കുട്ടിയെപ്പോലെ ആ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട്.